നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അകത്തൊരാൾ വയ്യാണ്ട് കിടക്കണമെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഇല്ല, ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അതിന് കംപ്ലൈന്റ് കൊടുക്കാൻ എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ പോയി ബുദ്ധിമുട്ടണ്ട. നാട്ടുകാരുടെ മുന്നില് എന്നെ മനഃപൂർവ്വം നാണം കെടുത്താനാണോ നിന്റെ ഉദ്ദേശം? എനിക്കാരെയും നാണം കെടുത്താൻ ഒരു ഉദ്ദേശവും. എന്റെ ഭാര്യയുടെ അച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. പിന്നെ ഈ വേഷം ഇതിപ്പോ എന്റെ ജോലിക്കുപ്പായോ? ഓട്ടോ ഓടിച്ച ഞാനിപ്പോ ജീവിക്കുന്നത്. അമ്മ വരച്ച വരക്കകത്ത് വീർപ്പ് മുട്ടി ജീവിക്കുന്നതിനേക്കാൾ ഒരുപാട് സമാധാനത്തോടെ ഞാനിപ്പോ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർന്നില്ലമ്മേ. എനിക്ക് വേറെ ഒരുപാട് ജോലികൾ കിട്ടിയേനെ. അമ്മയുടെ ആങ്ങളെയാണല്ലോ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തിച്ചു കളഞ്ഞത്. അതും പോരാഞ്ഞിട്ട് എന്റെ കാര്യത്തിൽ ഈ വീടിന്റെ മുന്നിൽ വന്ന് അമ്മാവൻ സ്ഥിരം വെല്ലുവിളി നടത്തുന്നതിനൊക്കെ അമ്മാവന്റെ പേരിൽ ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മാവനോട് പറഞ്ഞേക്ക്. നീ ഒരു കാലത്തും ഗുണം പിടിക്കലടാ, നാശം പിടിച്ചവനെ. ശരി അമ്മ. രമ്യ, നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഹരീഷേ, നീ അമ്മയോട് പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി. നിന്നെ വളർത്തി വലുതാക്കിയതേ ഈ അമ്മയായിരുന്നു. അത് മറന്ന നീ ഇപ്പൊ സംസാരിക്കുന്നെന്ന ബോധം നിനക്ക് വേണം. വളർത്തിയതിന്റെ വലുതാക്കിയതിന്റെ കണക്ക് അമ്മയുടെ വായന തന്നെ ഞാൻ കുറെ കേട്ടതാ. ഇനി നീയും കൂടി പറയേണ്ടതില്ല. മോനെ മതി, മോനകത്തേക്ക് പോ. ചെല്ലടാ, ചെല്ല്, അകത്തേക്ക് ചെല്ല്. അകത്തേക്ക് ചെന്ന് നിന്റെ അമ്മായിയമ്മ നിന്റെ ചെവിയിൽ ഓതി തരുന്നത് കേട്ട് നീ എന്നോട് യുദ്ധത്തിനിറങ്ങ്. അകത്തൊരാൾ വയ്യാണ്ട് കിടക്കണമെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഇല്ല, ഞാൻ പോവാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അതിന് കംപ്ലൈന്റ് കൊടുക്കാൻ എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ പോയി ബുദ്ധിമുട്ടണ്ട. ചേച്ചി, രുക്മിണി ചേച്ചി മകളും വേണുവേട്ടനെ കാണാൻ വന്നതാണോ? അല്ല, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? മാറി. വേണുവിന്റെയും രാധയുടെയും 4ാമത്തെ മകനെ കൊണ്ട് എന്റെ 3ാമത്തെ മകൾക്ക് ഒരു സംബന്ധം ആലോചിക്കാനാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നേ. നിനക്ക് വിരോധം വല്ലതും ഉണ്ടോടി? ഓ, എനിക്കെന്ത് വിരോധം? നീ വഴി. രാധമ്മേ, വേണുവേട്ടൻ അകത്തുണ്ട്. ആ, പ്രിയേ, അമ്മയുടെ സ്വഭാവം അറിയാലോ രാധമ്മേ. അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ മോനെ. മോനകത്തേക്ക് വാ. അവിടെ വയ്ക്കേ. ശ്രീ, ഗ്ലാസ് ഒക്കെ എടുത്തു നോക്കി. നടക്ക്. ആ മോനെ ഇരിക്കേ. വേണു അങ്കിളിന് അവിടെ റൂമിലിരുന്ന് ആഹാരം കഴിക്കണ്ട, ഇവിടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കണോന്ന്. ദൈവമേ, ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാ. ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന എങ്ങനെ വേണു കേട്ടാ? ഡോക്ടർ പറഞ്ഞു വെച്ച് അങ്ങനെ തന്നെ അനുസരിക്കണമെന്നുണ്ടോ? ഈ വാശിയാണ് ശരിയല്ലാത്തത്. ഡോക്ടറും പറയുന്നിട്ട് അകത്ത മുറിയിൽ തന്നെ ഇരുന്നാലേ ഞാൻ എങ്ങനെയാടി എന്റെ മക്കളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? എത്ര കാലം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാവുന്ന ആര് കണ്ടു? കണ്ടോ, ഇതെന്ത് വർത്താനം വേണുവേട്ടാ? ഡാ, നിന്റെ അച്ഛനോട് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയരുതെന്ന് പറ. എന്താ ചെയ്ത്?
ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? സത്യല്ലേ ഞാൻ പറഞ്ഞ? പ്രായമായ അച്ഛനമ്മമാരുടെ ആഗ്രഹം എന്തായിരിക്കും? പല സ്ഥലങ്ങളിൽ പോയി അവരുടെ മക്കൾ ഇങ്ങനെ എപ്പോഴും അവരുടെ അടുത്തുണ്ടാകണമെന്നല്ലേ? ആ, ജയന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോറം ഞാൻ. നീ എന്തായാലും അത് നോക്കിക്കണേ. നീ ഇരിക്കടി. ആഹാ മോളെ ഇങ്ങോട്ടിരിക്കെ. ഞാൻ വീട്ടിലെ ഗ്രഹനാഥന്റെ ആഗ്രഹത്തിന് നമ്മൾ ഇനി എതിര് നിന്നൂന്ന് വേണ്ട. വാ ശ്രീ, നീ ഇരിക്കും മോനെ. എല്ലാരും ഇരിക്കുന്നേ. ഇരിക്കും മോളെ. എടി, ഐശ്വര്യം കഴിച്ചിട്ടാണ് എടി ഇറങ്ങിയത്. ആ, ഞാൻ അവൾക്ക് പപ്പടം ചുട്ട് ചോറ് കൊടുത്തിരുന്നു. ആഹാ. നീ എന്തിനാ ഇറക്കാൻ മടിച്ചിരിക്കണേ? ആഹാരം കഴിക്കണ മോനെ. എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. പിന്നെ അമ്മ എന്തിനാ കരയുന്ന? അത് അച്ഛന്റെ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങളെ മക്കൾ എപ്പോഴും ചുറ്റുമുള്ളതാ അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളെ മക്കൾ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. അദ്ദേഹത്തെ നിങ്ങളാരും തനിച്ചാക്കി വിഷമിപ്പിക്കരുത്. എന്താ രാധേ, നീ എന്തൊക്കെയാ പറയണേ? എന്താ അമ്മ ഇത്? ഋതിക മാഡം, ഋതിക മാഡത്തിന് അറിയാമോ, ഇവളുടെ അമ്മൂമ്മയുടെ പേര് പാർവതി അമ്മ എന്നായിരുന്നു. ഞങ്ങളൊക്കെ ഒരു നെൽപ്പാടത്തിന്റെ അക്കരയും ഇക്കരയായിരുന്നു താമസിച്ചിരുന്നത്. എനിക്ക് ഓർമ്മ വെച്ച നാളു മുതല് പാർവതി അമ്മയ്ക്ക് എന്നും തീന. ഞാൻ ഇന്ന് ചാവുകയോ നാളെ ചാവുകയെന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഏറ്റവും ഇളയ പേരക്കുട്ടിയെ ഈ ശ്രീലക്ഷ്മിനെ കണ്ടിട്ട് 120ാമത്തെ വയസ്സിലാ പാർവതി അമ്മ മരിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.